ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടായിരുന്നോ? കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ ഞായറാഴ്ചത്തെ ഇത്തിരി ചെറിയ കുറച്ച് ക്ലിപ്പും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രൈസിനോട് ഞാൻ പറയും, അവനെ വീട്ടിലുണ്ടെങ്കിൽ എടാ പഠിക്കടാ ഞാൻ ചോദിക്കുമെന്നു. അപ്പോൾ ഇവൻ ചില ദിവസം എന്തോ ചെയ്യുമെന്നോ അപ്പച്ചൻ്റെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് അപ്പച്ചനെല്ലാം കണ്ണാടി വെച്ചില്ല, ഇവനില്ല പെട്ടെന്ന് പറയാന്നുണ്ടെങ്കിൽ അപ്പച്ചനില്ല പെട്ടെന്ന് നിങ്ങൾ നോക്കാം, അപ്പച്ചൻ മിണ്ടാതിരിക്കും. എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞു, ഞാനെല്ലാം പറഞ്ഞു, അപ്പച്ചനോട് ഞാനെല്ലാം പറഞ്ഞു, ഇനി ഞാൻ മൊബൈൽ നോക്കിയോട്ടെ, അങ്ങനെ ചോദിക്കും. അപ്പോൾ ഇന്നും അങ്ങനെ കള്ളത്തരം കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കണ വീഡിയോ. അപ്പോൾ ഞാൻ പറയും വേണ്ട വേണ്ട ഞാൻ നോക്കിക്കോളാം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരിത്തിരി തെറ്റുണ്ടെങ്കിൽ പിന്നെയും പഠിക്കാൻ പറയും. അപ്പച്ചൻ ഇല്ല പെട്ടെന്ന് ഇങ്ങനെ ഇവന് പറയുന്നുണ്ടേ സ്പീഡിൽ നോക്കാൻ കണ്ണിൽ ഒത്തിരി പ്രശ്നമുണ്ട്. പിള്ളേരുടെ കാര്യങ്ങളെ നമ്മളും എത്രയൊക്കെ അയ്യോ രാവിലെ പഠിക്കാൻ വിളിക്കും, അമ്മ വിളിക്കുന്നുണ്ടേ ഇരുന്നിരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങും. പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഉറക്കം കാരണം രാവിലെ നമുക്ക് നാട്ടിലൊക്കെ സമയം അറിയുന്നത് നമുക്ക് പല രീതിയിൽ നമുക്ക് നാട്ടിൽ സമയം അറിയാമായിരുന്നു. ഒന്നെന്ന് പറയാൻ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ ഈ ബാങ്ക് വിളിക്കും, അപ്പം നമുക്ക് സമയം മനസ്സിലാവും. പിന്നെ രാത്രിയിലൊക്കെ ഞങ്ങളുടെ അവിടെ നിന്നൊക്കെ പറയുന്നത് ഈ സിനിമ തിയേറ്റർ ഉണ്ടല്ലേ, പിന്നെ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഈ രാത്രിയിലൊക്കെ 9:30 അപ്പോൾ ആൾക്കാർ അന്നൊക്കെ വയലിൽ കൂടെ ആൾക്കാരും ഞങ്ങളുടെ അവിടെ ആലഞ്ചേരി എന്ന് പറയുന്ന ഒരു തിയേറ്ററുണ്ട്, അവിടെ നിന്നൊക്കെ ആൾക്കാർ സിനിമ കണ്ടിട്ട് അവിടുന്ന് നടന്ന് വയലിൽ ഇവർ ഈ ചൂട്ടുണ്ടല്ലോ നമ്മുടെ തെങ്ങിൻ്റെ അറിയാൻ വയ്യാത്ത ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ഓലയുടെ അത് ഉണങ്ങിയത് ചൂട്ട് കത്തിച്ച്, അന്ന് ചിലരുടെക്ക് ടോർച്ച് പോലും ഇല്ല, ഇങ്ങനെ ചൂട്ട് കത്തിച്ച് ഇങ്ങനെ നമുക്കന്നേരം അറിയാം അങ്ങനേ ദൂരെന്നേ ഇവർ വരുമ്പോൾ നമുക്കറിയാം സംസാരവും ആ വെട്ടമൊക്കെ കാണുമ്പോൾ. അങ്ങനെയൊക്കെ നമുക്ക് സമയം അറിയാമായിരുന്നു. ഇപ്പോഴൊക്കെ എന്താ ഇപ്പോൾ അങ്ങനെ ആരും അങ്ങനെ വയലുമില്ല, വയലിലെ കൂടെ ആൾക്കാരുടെ യാത്രയിലൊന്നുമില്ല. എത്രയ്ക്കാണെങ്കിലും നമ്മുടെ കൊച്ചിലത്തെ ആ അവസ്ഥയായിരുന്നു നല്ലത്. എന്താ പാറിപ്പറന്ന് നടക്കുന്ന സമയമായിരുന്നു. ഇപ്പോൾ എന്തുവാ പിള്ളേരെ അമക്കി വെച്ച് നമ്മൾ ഇപ്പോഴത്തെ കാലം അതുപോലല്ലേ. പെൺകുഞ്ഞുങ്ങളാണെങ്കിലും ആൺകുഞ്ഞുങ്ങളാണെങ്കിലും നമുക്ക് ഓപ്പണായിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി വിടാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്നത്. ഓരോ ദിവസവും പോകും തോറും എന്തെല്ലാം പ്രശ്നങ്ങളല്ലേ. പെൺകുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെയൊക്കെ നെഞ്ചിൻ്റെ വേദന നമുക്ക് മനസ്സിലാക്കാം. അതനുസരിച്ച് ദൈവമേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെത്താനാ പോകും, നമ്മുടെ കൂടെ അമ്മമാരും പേരൻസും വരത്തില്ല, ആരും വരത്തില്ല, തന്നെത്താൻ നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുന്നു, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പോഴൊക്കെ എന്താ കുഞ്ഞുങ്ങൾ പോയിട്ട് വരുന്നിടം വരെ നമുക്ക് നെഞ്ചിൽ തീയ. എന്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ശിക്ഷണത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ ഒരു നിമിഷം മതി ഇതുങ്ങളൊക്കെ നശിച്ചു പോകും. കാരണം വീട്ടിൽ നമ്മൾ കൺട്രോൾ നിൽക്കും, വെളിയിൽ പോകുമ്പം അതാ ഞാൻ എപ്പോഴും ദൈവമേ പന്ന കൂട്ടുകെട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകാൻ ഇടവരില്ലേന്ന്. കാരണം ആരെങ്കിലും ഒരു വാക്കിൽ വീണു പോവും നമ്മുടെ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് എല്ലാ അമ്മമാർക്കും വിഷമമാണ്. നമുക്കൊക്കെ പ്രാർത്ഥിക്കാനേ കഴിയത്തുള്ളൂ. ഇതൊക്കെ ലോക അവസാനത്തിൻ്റെ അതാണ്ട് വീണ്ടും കോവിഡ് പോലുള്ള അസുഖം ഇന്ന് ചെന്നൈയിലൊക്കെ വന്നെന്ന് പറയുന്നു. ഇനി അതൊരു പൊല്ലാപ്പ. എന്തൊക്കെയാ ഓരോ ദിവസങ്ങളും വരുന്നത്, എന്തൊക്കെയാ പുതിയ പുതിയ രോഗങ്ങളാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇതെന്തോന്നു തലവേദനയായിട്ട് വിക്സ് തേച്ചതാ എന്തോ. ഇന്ന് ഞാൻ വീട്ടിൽ വിളിച്ചോണ്ടേ ബ്രദറിൻ്റെ ഇരട്ട കൊച്ചുങ്ങളല്ലേ കണ്ടടാ, 5 വയസ്സാകാറായ, എല്ലാവർക്കും അറിയാം 5 വയസ്സാകാറായല്ലേ. അപ്പോൾ ഒരാൾക്ക് വായി ഇങ്ങനെ ഈ അൾസർ പോലെ വന്ന് അവൻ അതുകൊണ്ട് പനി. അപ്പോൾ ഇവന്മാരെ രണ്ടിനെയും കൂടെ അല്ലേ വിടുന്നത്, ഇതുവരെ ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ടില്ല. എടാ സൗണ്ട് ഉണ്ടാക്കാടാ, എടാ പ്രൈസ് ആൻഡ് പോൾ. അന്നേരം ഇന്ന് ഇളവൻ പറയുവാണ്, എന്നാലും ഇവർ എന്ത് ചെന്നാൽ അവന് പനി ആയതുകൊണ്ട് ഇവന് കുഴപ്പമില്ലായിരുന്നു, ഇളവന് കുഴപ്പമില്ലായിരുന്നു, അവനെ ഒന്നും വിടുന്നില്ലെന്നും പറഞ്ഞിരുന്നേ സ്കൂളിൽ.
നേഴ്സറിയില്ല. അപ്പം ഇളയവൻ പറയാം, ഇല്ലില്ല ഞാൻ പോവാ, ജേക്കിൻ്റെ ബുക്ക് കുടുങ്ങി താ, ടീച്ചറേയും കൊണ്ട് എഴുതിപ്പിച്ചുകൊണ്ട് വരാം, ഞാൻ ജൂനിയർ KG ആകാറായി, ഇനിയും അധികം ദിവസമില്ല, ഉടനെ ജൂനിയർ KG പോകണം, അതുകൊണ്ട് ഞാൻ പോവാന്ന്. അപ്പോൾ ഇവർക്കൊരു ടെൻഷൻ, ഒറ്റയ്ക്ക് ഇതുവരെയും ഇങ്ങനെ പോയിട്ടില്ല, രണ്ടിനെയും കൊണ്ടാണ് എവിടെ പോകുന്നത്. എന്തുവന്നാലും ഒരുക്കി ആങ്ങളെ ബസ് കയറ്റി വിടാൻ കൊണ്ടുപോയിട്ട് ടീച്ചർക്ക് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരാളെ വരുന്നുള്ളൂ, മറ്റേ ആൾക്ക് വയ്യ, എന്തെങ്കിലും അവിടെ ചെന്നിട്ട് ഇനിയും മറ്റേ ആളെ കണ്ടില്ലെന്നും പറഞ്ഞ് കരയുമ്പോൾ എന്തോന്നും ചെയ്യുവാണെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയണേന്ന് പറഞ്ഞു. അന്നേരം ഉച്ചയ്ക്ക് ഞാൻ അമ്മയെ വിളിച്ചവൻ പറഞ്ഞു ഇതുവരെയും സ്കൂളിൽ നിന്നൊന്നും ഫോൺ വന്നില്ല. ഞാൻ പറയാം 5 വയസ്സുള്ള കൊച്ചിനെ കാട്ടി നോക്കിക്കോണേ. ഞാനപ്പോൾ ഇവന്മാരത്തതാ പറഞ്ഞത്, നോക്കടാ ഇങ്ങടത്തൊക്കെ എപ്പോഴും പഠിക്കുമെന്ന് പറയണേ, നാട്ടിൽ ഒരു 5-ാം വയസ്സുകാരുടെ കൂടി നിൽക്കുന്ന എനിക്ക് സ്കൂളിൽ പോകണമെന്നും പറഞ്ഞ് ഞാൻ ജൂനിയർ KG ആവുമെന്നും പറഞ്ഞ്. അപ്പോൾ രാവിലത്തെ ചായയൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് അങ്ങ് കോവയ്ക്ക മെഴുക്കോട്ട് വെക്കാനായിട്ട് കോവയ്ക്കൊക്കെ രാവിലെ അരിഞ്ഞ് കോവയ്ക്ക ഇത്തിരി ഉപ്പി പറ്റിച്ച്, കാരണം അല്ലാതെ എണ്ണയും മാത്രം ഇടുക കുറേ സമയം എടുക്കും. അപ്പം ഞാൻ ഇച്ചിരി സ്വല്പം വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടൊന്ന് കുറച്ചൊന്ന് വേവിച്ച്, എന്നിട്ട് ഇങ്ങനെ ഈ പാനിൻ്റെ അകത്ത് ഇച്ചിരി ഓയിലൊഴിച്ച് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ചോദിച്ചോളാം, അപ്പച്ചൻ ശരിക്കും നോക്കുന്നില്ലായിരിക്കും. What note the Shastri has, Shivaji sent to yes. വേണ്ട ഞാൻ എടുത്തോളാം ടെസ്റ്റ്. അപ്പച്ചനാകുമ്പോ കറക്റ്റ് ശരിക്കും നോക്കിപ്പോ ദീപം വീടി പറയുമ്പോ കടുക്, ഉലുവ, ഉപ്പ്. സവാളയ്ക്ക് ഇത്തിരി വില കുറഞ്ഞിട്ടുണ്ട്, കിലോ 40, പക്ഷേ ഒത്തിരി വലുതല്ല. ഉരുളൻകിഴങ്ങും തേങ്ങ, വെളുത്തുള്ളി 1/4 കിലോ വാങ്ങിച്ചോളൂ. വെളുത്തുള്ളി ഇപ്പോഴും 1/4 കിലോ 90. അപ്പം അവൻ പോയി അപ്പച്ചൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അപ്പച്ചൻ ഇങ്ങനെ നോക്കി ചെല്ലുമ്പോഴത്തേനും അവൻ പറഞ്ഞങ്ങ് പോകും. അപ്പം നമ്മൾ ഇച്ചിരി ഒരു തെറ്റുണ്ടെങ്കിൽ ഇനിയും പോയി പടിയിടാന്ന് പറയും. അപ്പോഴത്തേക്കിനും അതാ പറഞ്ഞാൽ മമ്മി എൻ്റെ ടെസ്റ്റ് ഓക്കിയാ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ചോദിച്ചോളാന്ന്. അതാ ബല്ലേ എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ചാടുക. അപ്പം ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ്. എടുത്ത് വെച്ചിട്ട് ഞാൻ ഇച്ചിരി മീനന്ന് ആ ചെറിയ മത്തി ഉണ്ടല്ലേ, അത് കുറച്ചുകൊണ്ടിരിപ്പുണ്ട്, അത് തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ സവാള ഈ പീരയ്ക്ക് വേണ്ടി 2 സവാള ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ചിലരൊന്നും സവാള ഇങ്ങനെ ചേർക്കാറില്ല. എനിക്ക് ഇച്ചിരി പീര വേണ്ടിയിട്ട് കൊച്ചിന് കൊടുക്കാൻ ഇച്ചിരി മീൻ അവൻ കൂട്ടാത്തതെന്ന് പറയും ചെറുതായതുകൊണ്ട് മുള്ളു പേടിച്ച് ഈ പീര ആകുമ്പോൾ ഇളക്കി കഴിക്കും, ഞാൻ ഇളക്കി കൊടുക്കും. അപ്പോൾ ആ സവാളയും ചേർത്ത് പുളിയും, പിന്നെ ഞാൻ ചേർത്തത് ഇഞ്ചിക്ക് പകരം കുറച്ച് ഇഞ്ചി പേസ്റ്റ് അരച്ച് ചേർത്തത്. കാരണം കുറച്ച് ഇഞ്ചി വാങ്ങിച്ചതുണ്ടായിരുന്നു, അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഇത്തിരി വെള്ളമയം പോലായി. അപ്പം ഞാൻ ചിന്തിച്ച് ഇനി അത് ഇരുന്നാൽ അതിൻ്റെ ഒരു കൊഴുകഴാവും, അതുകൊണ്ട് ഞാനതങ്ങ് ചിരണ്ടി പേസ്റ്റാക്കി വെച്ച്. അപ്പോൾ അനു അവളിന്ന് ഇത്തിരി നേരത്തെ വന്ന്. അപ്പോൾ അവൾക്ക് ഇന്നലെ ഞാനില്ല ഉണ്ടാക്കിയ സോയാ ചങ്ക്സിൻ്റെ കൊടുത്തായിരുന്നു. അതിൻ്റെ കഥ ഞാൻ ചോദിക്കുമായിരുന്നു, നീ കഴിച്ചായിരുന്നോ എന്ന്. അപ്പോൾ അവളുടെ കൊലുസിൻ്റെ, അവൾ താഴേന്ന് വരുമ്പോഴേ എനിക്ക് കേൾക്കാം അവിടെ കൊലുസിൻ്റെ ഗിലുക്കം.
खाया तू वो हाँ आंटी अच्छा लगा सोया चंक्स है तुम लोग बनाते हैं सोया चंक्स का नहीं आंटी सोया चंक्स का आपको मालूम है कौन सा है എന്നിട്ട് ഞാൻ തേങ്ങയൊക്കെ തേങ്ങ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞ് തേങ്ങയാണ് കിട്ടുന്നത് അപ്പോൾ അത് രണ്ടെണ്ണം ഒരു തേങ്ങ നമുക്ക് നേരത്തേക്കാണെങ്കിൽ ഒരു മുറി എടുത്താൽ ഇപ്പോഴത്തെ ഒരു തേങ്ങയുടെ അത്ര ഉണ്ടായിരുന്നു ഒരു മുറി അപ്പം തീരെ ഇപ്പം കുറവാണ് കുഞ്ഞാണി തേങ്ങയാണ് വരുന്നത് ഈ ഒരു സൈസേ വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് 2 തേങ്ങയൊക്കെ എടുക്കേണ്ടി വരും നിനക്ക് ചപ്പാത്തി വേണ്ടേ ചപ്പാത്തിയുടെ കൂടെ കോവയ്ക്കാൻ മെഴുക്കുവരട്ടി ഇങ്ങോട്ട് വന്നേ എന്താ നിനക്ക് വേണ്ടാത്ത പിന്നെ എന്തോ വേണം ഫാസ്റ്റിംഗ് കുറച്ച് കഴിഞ്ഞ് വിശക്കെന്ന് പറഞ്ഞ് വന്നാൽ ഞാൻ ഒന്നും തരത്തില്ല ഇത് നീ അത് കഴിച്ചു നോക്ക് ഇതിന്റെ കൂടെ എടാ ഇവിടെ വാടാ ഇവിടെ വന്നേ നീ ഇന്ന് സത്യത്തിൽ നീ ഫാസ്റ്റിംഗ് എടുക്കും അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു മോരുകറിയും കൂടെ ഉണ്ടാക്കിയായിരുന്നു ഇപ്പം മോരുകറിക്ക് കടുകൂടെ വറുത്തിട്ടുണ്ട് ഇപ്പം മോരുകറിയും റെഡി ആയിട്ടുണ്ട് എന്തോ എടാ അപ്പച്ചൻ ഉറങ്ങുവാടാ കൊട്ടാതിരിയുടെ പ്രൈസ് പോളെ ആവാജാത്തോ പിന്നെ നീ ചെയ്യരുത് പോളെ നിന്നെ ഏതാണ്ട് നാണം കെടുത്തുന്നു കൊച്ചാന്ന് വിചാരിച്ചോന്ന് ഞാൻ വിചാരിച്ചേ പിന്നെ നീ എന്തോ മസാഖ് അല്ല ചെയ്യുന്നു തമാശ പറയല്ലേ അളിയാ അതെവിടെ കേട്ടേടാ പോടാ അളിയ മീനിങ് വേറെയാ കൊച്ചുമോളെ അല്ല നീ കൊച്ചുമോള എനിക്ക് കണ്ടു ഞാൻ കൊച്ചുമോള പറഞ്ഞത് നീ കണ്ടു എനിക്ക് പിന്നെ നീ കൊച്ചുമോളെ നീ കൊച്ചുമോളാ നീ കൊച്ചാ ഞാൻ വലിയത് വലിയ മോളെ വലിയ മോളെ പ്രൈസിന് അകത്ത് വാ പോൾ ഇവിടുന്ന് പടി പിന്നെ വൈകുന്നേരമാണ് ഞാനൊരു ചായയൊക്കെ ഇട്ട് കുടിച്ച് ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഈ കാണിക്കുന്നത് സൺഡേ ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ടേ. പേരയ്ക്കയും ഈ വണ്ടിക്കാരുടെ കയ്യിൽ പേരയ്ക്കയും ഓറഞ്ചും ഇരിക്കുന്നു, അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം പുള്ളിയുടെ കയ്യിൽ ഇരിക്കുന്നത് ഇങ്ങനെ നന്നായിട്ട് യെല്ലോ കളർ പോലെ ഇരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചങ്ങ് പഴുത്തങ്ങ് അങ്ങ് ഒത്തിരി ഇതായതായിരിക്കുമെന്ന്. പക്ഷേ മുറിച്ച് ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ പുള്ളി കാണിച്ചുണ്ടേ അത് അത്ര അങ്ങ് അങ്ങനെ കുഴപ്പമില്ല. അപ്പം ഞാൻ അതിൽ നിന്ന് 2-3 ഇങ്ങനെ മഞ്ഞ തന്നെ എടുത്തു. പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ ഇവരുടെ കയ്യിൽ ഒരു മസാലയുണ്ട്, ആ മസാല ഇച്ചിരി തരാൻ പറഞ്ഞ് അതിങ്ങനെ കെട്ടിത്തന്നതാണ്. അപ്പം ഞാനിതെല്ലാം ഇനി ഒന്ന് ഇച്ചിരി വിനാഗിരി ഒഴിച്ചിടട്ടെ. പക്ഷേ ഇങ്ങനെ മഞ്ഞ് ചിരിക്കുന്നെങ്കിൽ അങ്ങ് ഒത്തിരി അങ്ങ് പഴുത്തങ്ങ് ഇതായതല്ല കേട്ടോ, അങ്ങ് ഒത്തിരി അങ്ങ് പൾപ്പ് പോലൊന്നും ഇല്ലാതെ
കട്ടിയാണ്, തൊലിയൊക്കെ നല്ല കട്ടിയാണ്. 2 കിലോ പേരയ്ക്ക വാങ്ങിച്ച് കിലോ 70 വെച്ച്. പിന്നെ ഓറഞ്ച് വാങ്ങിച്ചു. ഓറഞ്ച് 1 കിലോ വാങ്ങിച്ചുള്ളൂ. ഒത്തിരി ഓറഞ്ച് ഇത്തിരി ചുങ്ങിയിരിക്കുന്ന പോലെ ആയിരുന്നു. പക്ഷേ മധുരമുള്ള ഓറഞ്ചായിരുന്നു. ഓറഞ്ച് എത്ര ആയിരുന്നു? ഓറഞ്ച് 60 രൂപ. അപ്പോൾ വൈകുന്നേരം ആയതിനെ പോൾ പറഞ്ഞ് ഞാനൊന്ന് ഇന്നാളില്ല പ്രൈസനെയും കൊണ്ട് പോയി മറിഞ്ഞ് വന്നില്ലേ, അവിടുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ, അവിടെ ഗ്രൗണ്ടിൽ ബാസ്കറ്റ് ബോളും കൊണ്ട് പോയി 10 മിനിറ്റ് പോയി ഇന്ന് കളിച്ചിട്ട് വരട്ടെന്ന്. അപ്പോൾ ഞാൻ പറയാം എന്നാൽ ഇവനെയും കൂടെ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞ് മറിഞ്ഞ് വീണിട്ട് വരലെന്ന്. അങ്ങനെ അവന്മാർ രണ്ടും കൂടെ അവിടെ പോയി. അവിടെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം വലിയൊരു ഗ്രൗണ്ടാണ്. जाना कैमरा में इंद्रा जरा ഇതെന്ന് പറയുന്നത് സൺഡേ രാത്രിയിൽ. സൺഡേ ഞാൻ ചോറിരിപ്പുണ്ട്. ഞാൻ ചോദിച്ചാൽ ഇവന്മാർ പറഞ്ഞു നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കാമെന്ന്. കാരണം എല്ലാ സൺഡേയും വല്ലപ്പോഴും ആണെങ്കിൽ പോട്ടെ, എപ്പോഴും ഈ വെളിയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് യാത്ര കഴിഞ്ഞ് വന്നാൽ നമുക്കൊരു ക്ഷീണമായിരുന്നല്ലേ, എന്നാലും സാരമില്ല. ഞാനൊരു ആദ്യം ചിന്തിച്ച് ചമ്മന്തി അരച്ച് മുട്ടയും പൊരിക്കാം, അച്ചാറൊക്കെ ഉണ്ടല്ലോ, പപ്പടമൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് അതൊക്കെ മതിയെന്ന്. പിന്നെ ചിന്തിച്ച് ഒരു ചെറുപയർ തോരൻ വെക്കാമെന്ന്. ചെറുപയർ തോരനും മോരുകറി ഇരിപ്പുണ്ട്. ഇവർക്ക് മോരുകറിയും ചെറുപയറാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ സുഖം. ഞാൻ ചിന്തിച്ച് എനിക്ക് മോരുകറിയോട് അത്ര താല്പര്യമില്ല. ഞാൻ പയർ ഇച്ചിരി വേവിച്ചിട്ട് തേങ്ങയൊന്നും ചേർക്കുന്നില്ല, കാരണം പെട്ടെന്നുള്ള ഊസ ഇതാ. അന്നേരം സവാള അരിഞ്ഞ് ഇതുപോലെ വെളുത്തുള്ളി ചതച്ചിട്ട് കറിവേപ്പില, ഉണങ്ങിയ കറിവേപ്പില, പച്ചക്കറിവേപ്പില ഇല്ലായിരുന്നു. എന്നിട്ട് ആ പയറൂടെ ഇച്ചിരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഇത്തിരി ഗരം മസാലയും. തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ഗരം മസാല ചേർക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ചോറും വെച്ച് വാർത്തിട്ട് ചമ്മന്തി ചമ്മന്തി അരച്ച്. അപ്പം ഞാൻ ചമ്മന്തിയും ഈ പയറ് തോരനും കൂട്ടി കഴിച്ച് അടിപൊളിയായിരുന്നു. ഇല്ല നമുക്കില്ല കറികൾ കൂടുതൽ ഒഴിച്ച് കഴിക്കുന്നതിനേക്കായി ഇങ്ങനെ കഴിച്ചുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.